ഒരിക്കൽ കൂടെ ദൈവത്തിന് കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് ഈ ആയുസ്സിൽ കർത്താവ് നൽകിയ ഈ അസുലഭ സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല തവണയായിട്ട് ഞാനിവിടെ കടന്നു വരുന്നു. എന്നാൽ പല സന്ദേശങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആഴ്ചയിൽ നിങ്ങൾക്ക് വചന ശുശ്രൂഷ ലഭിക്കുന്നു, ബൈബിൾ ക്ലാസ് ലഭിക്കുന്നു. നിങ്ങളും ദൈവത്തിന്റെ വചനം വ്യക്തിപരമായ രീതിയിൽ ധ്യാനിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാലങ്ങളായി ഈ വചനം നാം കേൾക്കുന്നു, പഠിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ വിധിക്കേണ്ടത് ആവശ്യമാണ്. ആ രീതിയിൽ ദിനംതോറും നമ്മെ തന്നെ വിധിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു റിവിഷൻ എന്നോണം ഞാൻ പറഞ്ഞ സന്ദേശങ്ങളുടെ ഒരു റിവിഷൻ ഒന്ന് നടത്താമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു സന്ദേശത്തിന്റെ മാത്രം. അതാണ് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. അപ്പൊ അത് നിങ്ങൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. പിശാചിന്റെ ഒരു തന്ത്രമാണ് വിതയ്ക്കപ്പെട്ട വിത്തുകൾ എടുത്തു കളയുക എന്നുള്ളത്. പ്രത്യേകിച്ച് അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അവനെ തോൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാനായിട്ട് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിന് സാധിക്കാതെ മുന്നോട്ട് പോകണം എല്ലാ വിശ്വാസികളും എന്നുള്ളതാണ് പിശാചിന്റെ ആഗ്രഹം. അപ്പൊ അവൻ നമ്മുടെ ഉള്ളിൽ കയറുന്ന നല്ല വിത്തുകളെ അല്ലെങ്കിൽ വചനത്തെ എടുത്തു കളയാനായിട്ട് ഇടയായിട്ട്. അപ്പൊ അതുകൊണ്ട് നാം കൂടെ വചനത്താൽ നിറയപ്പെട്ട ഒരു ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. ഞാനൊന്ന് നിങ്ങളുടെ ഓർമ്മയെ ഉണർത്തിച്ചുകൊണ്ട് ഇന്നത്തെ വേദഭാഗത്തേക്ക് വരാം. ഇത് ചെറിയൊരു ആശ്വാസത്തിന്റെ ചിന്ത പറഞ്ഞിരിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് വന്നപ്പോൾ പറഞ്ഞു, ക്രിസ്തീയ ജീവിതത്തിന്റെ അക്ഷരമാല എന്താണ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ക്രിസ്തീയ ജീവിതത്തിന്റെ അക്ഷരമാല, ആൽഫബറ്റ് ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ്. ഓർമ്മയുണ്ടോ? ഒരു വാക്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കുമോ? ക്രിസ്തീയ ജീവിതത്തിന്റെ അക്ഷരമാല. ഓക്കെ, ഞാൻ തന്നെ പറയാം. നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവഭയം, യഹോവ ഭക്തി. നമ്മുടെ സങ്കീർത്തനം 111:11 വായിക്കുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അപ്പൊ ഏതൊരു ഭാഷയിൽ നാം പഠിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആൽഫബറ്റ് നാം അറിഞ്ഞിരിക്കണം. ഇതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ അക്ഷരമാല, ആരംഭം, ആൽഫബറ്റ് എന്ന് പറയുന്നത് ദൈവഭയമാണ്. ദൈവഭയം എന്ന് പറയുമ്പോൾ ദൈവം എന്നെ കാണുന്നുവെന്നും ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്നുള്ള ആ മനോഭാവത്തിൽ ജീവിക്കുക. അതാണ് ദൈവഭയം. ഇത് നാം മറന്നുപോകരുത്. ഞാനന്ന് പറഞ്ഞിട്ടുള്ള ഉദാഹരണം, ദൈവം ഒരൊറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ. ആ പുസ്തകം ബൈബിളാണ്. അത് എഴുതാനായിട്ട് തന്റെ തൂലിക ചലിപ്പിച്ചപ്പോൾ ആദ്യം പരാമർശിച്ചിരിക്കുന്നത് ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയുടെ ചരിത്രത്തെ സൂചിപ്പിച്ചിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഇയ്യോബിന്റെ പുസ്തകമാണ് ആദ്യമായിട്ട് എഴുതിയ പുസ്തകം എന്ന് നാം വിശ്വസിക്കുന്നു. അതിൽ നാം തുടക്കത്തിൽ തന്നെ ദൈവം തന്റെ തൂലിക ചലിപ്പിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച വ്യക്തിയുടെ ചരിത്രം പ്രസ്താവിച്ചു. അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ പ്രാധാന്യം, വാസ്തവമായി ഓരോ ദിവസവും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ട്, എപ്പോഴും സന്തോഷമുള്ള ജീവിതം നയിക്കുന്നതിന്റെ രഹസ്യം ഞാൻ പറയാനിടയായിട്ട് തീർന്നു. ഓർക്കുന്നുണ്ടോ? എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നതിന്റെ രഹസ്യം ഞാൻ സെപ്റ്റംബർ മാസത്തിലാണ് പറഞ്ഞതെന്നാണ് ഓർക്കുന്നത്. ഇപ്പൊ മാർച്ച് മാസമായി, കഴിഞ്ഞ വർഷമായി. ഓർമ്മയുണ്ടോ? സങ്കീർത്തനം 16 നാം അത് വായിക്കുന്നത്. 16:9 അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു. അപ്പൊ 16:8 നാം വായിച്ചു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരുന്നു. അപ്പൊ എപ്പോഴും സന്തോഷിക്കാനുള്ള രഹസ്യം എന്ന് പറയുന്നത് കർത്താവ് അടുത്തുണ്ട് എന്നുള്ളത് സെൻസ് ചെയ്തിരിക്കും. സാധിക്കുന്നുണ്ടോ? യോസേഫിന് അത് സാധിച്ചു. അതുകൊണ്ട് അവൻ ചെന്ന കാരാഗൃഹത്തിൽ അവൻ കൃതാർത്ഥനായി, സക്സസ്. അവൻ പോത്തിഫറിന്റെ ഭവനത്തിന്റെ അടിമയായി പോയപ്പോഴും അവന്റെ ജീവിതം സക്സസ് ആയി, കൃതാർത്ഥനായി. മാത്രമല്ല, അവനൊരു ഭരണാധിപനായപ്പോഴും ആ മേഖലയിൽ അവൻ സക്സസ് ആയി. കാരണം
കർത്താവ് എന്റെ അടുത്തുണ്ട് എന്നത് സെൻസ് ചെയ്ത് ജീവിക്കാൻ സാധിച്ചു. നമുക്കത് സാധിക്കുന്നുണ്ടോ? ഞാൻ ഒന്ന് ഓർപ്പിക്കാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് ഒരു പക്ഷെ ആ മേഖലയിൽ LKG ലെവലാണെങ്കിൽ കാലങ്ങൾ കഴിയുന്തോറും ക്രിസ്തു എന്ന തലയോളം വളരണം, PhD ലെവലിലേക്ക് എത്തണം എന്നുള്ള ഉത്കടമായ ആഗ്രഹം ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ച നാം ഒന്ന് വിലയിരുത്തുക, എത്രമാത്രം 24 മണിക്കൂർ ഓരോ ദിവസം നമുക്ക് ലഭിച്ചു. ആ 24 മണിക്കൂറിൽ എത്ര ശതമാനം കർത്താവ് അടുത്തുണ്ടെന്ന് സെൻസ് ചെയ്ത് ജീവിക്കാൻ സാധിച്ചു? അടുത്തൊരാഴ്ച കർത്താവ് തരികയാണെങ്കിൽ അതിൽ വളരുവാൻ ഇടയായിട്ട് തരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ലൈഫിൽ പുരോഗതി ഉണ്ടാവും, ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് നമുക്കൊരു വ്യത്യാസം ഉണ്ടാവില്ല. ജാതികളെ പോലെ തന്നെ നമ്മളും ജീവിക്കും. അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ, വളരുന്ന ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ, രൂപാന്തരപ്പെടുന്ന ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ തീർച്ചയായും കർത്താവിന്റെ അടുത്തുണ്ട് എന്നുള്ളത് നാം സെൻസ് ചെയ്ത് ജീവിക്കണം. മൂന്നാമത്, ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം, കർത്താവ് ദിനംതോറും ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണ്? കർത്താവ് ദിനംതോറും ഡെയിലി ചെയ്യാനായിട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കർത്താവ് ഡെയിലി ചെയ്യാനായിട്ട് പറഞ്ഞു. ഒക്കെ ഞാൻ തന്നെ പറയാം. ദിനംതോറും ക്രൂശ് എടുത്ത് അനുഗമിക്കണം. സ്വന്തം ദിനംതോറും ക്രൂശ് എടുക്കുക എന്നുള്ളതിന്റെ അർത്ഥം നമ്മുടെ ക്രൂശ് എടുത്ത്, കർത്താവിന്റെ ക്രൂശ് എടുക്കാൻ നമുക്ക് സാധിക്കില്ല, അത് അവൻ ഒരിക്കലും എന്നേക്കുമായിട്ട് നിവർത്തിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, അതേ തത്വം നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചാൽ നിങ്ങളുടെ ലൈഫ് വളരെ സക്സസ് ആയി തീരും. എന്താ ആ പ്രിൻസിപ്പിൾ? സ്വന്തം ഇഷ്ടത്തിന് മരിക്കുക, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കുക. നാം ദിനംതോറും അങ്ങനെ നമ്മുടെ ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നവരാകണം. എങ്കിലേ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി വർദ്ധിക്കും. ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ആ നാളിൽ, അവസാനത്തെ നാളിൽ നാം ലജ്ജിക്കാനിടയായിട്ട് തീരും. എന്നാൽ ഓരോ ദിവസവും അതിൽ വളരുവാനിടയായിട്ട് തീരും. സ്വന്തം ഇഷ്ടത്തിന് മരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിൽ, സഭാജനങ്ങളും നേതൃത്വവും തമ്മിലാണെങ്കിൽ, തൊഴിലിടങ്ങളിലുള്ള മുതലാളിമാരും തൊഴിലാളികളും അല്ല, നമ്മുടെ മേലധികാരികളും നമ്മളും തമ്മിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മരിച്ചുകൊണ്ട് ജീവിക്കുക എളുപ്പമല്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ അത് സാധിക്കും. അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവനൊരു നല്ല മാതൃക വെച്ചേച്ചു പോയിട്ടുണ്ട്. അപ്പോ അതിന് നമ്മെ സഹായിക്കുന്നത് ദിനംതോറും സ്വന്തം ഇഷ്ടത്തിന് മരിക്കണം. നിങ്ങൾക്കത് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ ബ്ലെസ്സിങ് ആയിട്ട്, വളരെ അനുഗ്രഹപൂർണമായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയവും. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള രഹസ്യം അതുകൂടെ പറഞ്ഞാണ് അന്ന് ഞാൻ നിർത്തിയത് എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുക? ഓർക്കുന്നുണ്ടോ? റോമാലേഖനം 6:12 നാം വായിക്കുന്നു, 14 നാം വായിക്കുന്നു, പാപം നിങ്ങളിൽ ഭരണം നടത്തുകയില്ല. ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ജീവിതം പാപം ഭരണം നടത്താത്ത ജീവിതമാണ്. അപ്പോ പാപം ഭരണം നടത്തുകയില്ല എന്നുള്ള വാഗ്ദത്തമുണ്ട്. ബൈബിളിലെ വാഗ്ദത്തങ്ങൾ, തിരുവഴുത്തിലെ വാഗ്ദത്തങ്ങളൊക്കെ കണ്ടീഷണലാണ്, നിബന്ധനകൾക്ക് വിധേയമാണ്. അപ്പൊ പാപം ഭരണം നടത്താത്ത ജീവിതം വാഗ്ദാനമാണ്. എന്താ അതിന്റെ കണ്ടീഷൻ? ആ സ്റ്റേറ്റ്മെന്റിൽ, ആ വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നു, കൃപയ്ക്കധീനരാകയാൽ. അപ്പൊ കൃപയുടെ കീഴിലാണെങ്കിൽ പാപം ഭരണം നടത്തുകയില്ല. ആർക്കാണ് കൃപ ലഭിക്കുന്നത്? പത്രോസിന്റെ ലേഖനം 5:5 നാം വായിക്കുന്നുണ്ട്, താഴ്മയുള്ളവർക്ക്. അപ്പോ താഴ്മയോട് നാം ജീവിക്കുന്നുവെങ്കിൽ, നിഗളം നമ്മിലില്ലെങ്കിൽ ദൈവം കൃപ തരും. അങ്ങനെയുള്ള ജീവിതം പാപം ഭരണം നടത്താത്തതായി. ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ നാം ദിനംതോറും ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കാൻ ഇടയായിട്ട് തീരും. എന്നാൽ പിശാചായവൻ അത് ആഗ്രഹിക്കാത്തത് കൊണ്ട് അത് നമ്മിൽ നിന്ന് എടുത്തു കളയുകയും, അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും എന്നുള്ള തിരുവഴുത്തിനെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ട് വിശ്വാസികളുടെ ജീവിതം അധപതിച്ചിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയാണ്. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നാം വളരുവാനായിട്ട്. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നാം ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട്. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നാം കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ. എങ്കിൽ മാത്രമേ വിലയേറിയ പണികളായിട്ട് അത് ദൈവം കണക്കാക്കുകയുള്ളൂ. അല്ലെങ്കിൽ പണികളൊക്കെ നടക്കുന്നു, അത് മരം പുല്ല് വൈക്കോലായിട്ട് മാറും.
നമ്മുടെ വിലപ്പെട്ട ഈ ചുരുക്കം ചെറിയ ആയുസ് മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടുള്ള പണിക്കാണോ നാം ഉപയോഗിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ പണിയുന്നതെങ്കിൽ ആ നാളിൽ നിങ്ങൾ ലക്ഷിക്കും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ പണിയുന്നുവെങ്കിൽ ആ നാളിൽ വിലയേറിയ പണികളായിട്ട് അത് തീരും എന്നുള്ളതിന് യാതൊരു സംശയവും.